കേരളമേറെ പ്രതീക്ഷയോടെയും അതിലേറെ ഉറ്റുനോക്കലോടെയും കാത്തിരിക്കുന്ന ഒരു ചരിത്ര നിമിഷത്തിനാണ് നാളെ നമ്മുടെ നിയമസഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അഴിമതിയും ധൂർത്തും വഴി കേരളത്തെ കടക്കണിയിലാക്കിയ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ച് ജനകീയ ബദൽ ഉയർത്തിക്കൊണ്ട് അധികാരത്തിലേറിയ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ പൂർണ്ണ ബജറ്റ് നാളെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം CPM ഭരണം കേരളത്തെ എവിടെ എത്തിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ഖജനാവ് പൂർണ്ണമായിട്ടും ശൂന്യമാക്കി ശമ്പളവും പെൻഷനും പോലും കൊടുക്കാൻ വായ്പ എടുക്കേണ്ടി വരുന്ന തരത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർത്തത് ഇടതു സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയും ധൂർത്തുമായിരുന്നു. കിഫ്ബി പോലെയുള്ള പൊള്ളയായ സംവിധാനങ്ങൾ ഉണ്ടാക്കി കേരളത്തെ കടക്കണിയിലാക്കിയവർ വരുമാനം കൂട്ടാൻ നോക്കിയത് സാധാരണക്കാരന്റെ പോക്കറ്റ് അടിച്ചുകൊണ്ടായിരുന്നു. പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയും ഭൂനികുതിയും മദ്യവിലയും വൈദ്യുതി ചാർജും ഒക്കെ സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം വർദ്ധിപ്പിച്ചുമാണ് CPMന്റെ ധനതത്വശാസ്ത്രം ഉണ്ടായിരുന്നത്. എന്നാൽ കടുത്ത പ്രതിസന്ധിയിൽ നിന്നും കേരളത്തെ എങ്ങനെ മാന്യമായിട്ട് കരകയറ്റാം എന്ന കൃത്യമായ റോഡ് മാപ്പ് ആയിരിക്കും നാളെ സതീശൻ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇടതുപക്ഷത്തെ പോലെ സാധാരണക്കാരന്റെ മേൽ വീണ്ടും അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കാൻ ഈ ജനാധിപത്യ സർക്കാർ തയ്യാറാവില്ല. മറിച്ച് CPM ഭരണകാലത്ത് വൻകിടക്കാർക്ക് നികുതി വെട്ടിക്കാൻ വഴിവിട്ട സൗകര്യം ചെയ്തു കൊടുത്ത GST കൊള്ളയ്ക്ക് ഈ സർക്കാർ അന്ത്യം കുറിക്കും. വൻകിട ചെറുകിട മേഖലകളിലെ GST വെട്ടിപ്പ് ശക്തമായി തടയുന്നതിലൂടെ മാത്രം സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ അധികമായിട്ട് എത്തിക്കാൻ സാധിക്കും. അതോടൊപ്പം മുൻ സർക്കാർ അനാസ്ഥ കാട്ടിയ ഭൂനികുതി പിരിവ് കൃത്യമാക്കുകയും വിവിധ വകുപ്പുകൾ വഴിയുള്ള ഫീസുകളും ഫൈനുകളും കുടിശ്ശികയില്ലാതെ ഈടാക്കുകയും ചെയ്തുകൊണ്ട് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മറ്റൊരു പ്രധാന കാര്യം കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ചോദിച്ചു വാങ്ങുന്ന കാര്യത്തിൽ മുൻ ഇടതു സർക്കാർ കാട്ടിയ നാടകങ്ങളായിരുന്നു. കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയമായി കരഞ്ഞു നിലവിളിക്കുകയും സുപ്രീം കോടതിയിൽ വരെ പോയി തോറ്റു തൊപ്പിയിടുകയും ചെയ്തതല്ലാതെ അർഹതപ്പെട്ട വിഹിതം കൃത്യമായ രേഖകൾ സമർപ്പിച്ച് വാങ്ങിയെടുക്കാൻ CPM ഭരണാധികാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ധനകാര്യ കമ്മീഷൻ വിഹിതം, കേന്ദ്ര ഗ്രാന്റുകൾ, ഇൻകം ടാക്സ് വിഹിതം, ഇറക്കുമതി ചുങ്കം എന്നിവയെല്ലാം കൃത്യമായ ഇടപെടലുകളിലൂടെയും സമ്മർദ്ദത്തിലൂടെയും കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കുവാനുള്ള ആർജവം സതീശൻ സർക്കാർ ഈ ബജറ്റിലൂടെ വ്യക്തമാക്കും. കേന്ദ്രത്തോട് അനാവശ്യ ശത്രുതയോ അല്ലെങ്കിൽ അന്ധമായ വിധേയത്വമോ ഇല്ലാതെ കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. CPM സർക്കാർ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ PR പ്രഖ്യാപനങ്ങൾക്ക് പകരം പ്രായോഗികവും ജനങ്ങൾക്ക് നേരിട്ട് ഉപകാരം ലഭിക്കുന്നതുമായ വികസന മാതൃകയായിരിക്കും ഈ ബജറ്റിന്റെ ഹൈലൈറ്റ്. അതിൽ ഏറ്റവും സവിശേഷവും വിപ്ലവകരവുമായ പ്രഖ്യാപനമായിരിക്കും കോൺഗ്രസിന്റെ ജനക്ഷേമ കാഴ്ചപ്പാടിലൂന്നിയ പ്രിയദർശിനി പദ്ധതി. പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെ ക്ഷേമവും സാമൂഹ്യ നീതി സുരക്ഷയും ഉറപ്പാക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്ത ഈ പദ്ധതി ഇടതുഭരണത്തിൽ ദുരിതമനുഭവിച്ച ജനങ്ങൾക്ക് വലിയ കൈത്താങ്ങായി മാറും. ജനങ്ങളുടെ മേൽ അനാവശ്യ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ പൊള്ളയായ വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകാതെ കേരളത്തെ വികസനത്തിന്റെയും സാമ്പത്തിക അച്ചടക്കത്തിന്റെയും പുതിയൊരു പാതയിലേക്ക് നയിക്കുന്ന ഒരു ഉത്തമ ബജറ്റായിരിക്കും നാളെ സതീശൻ സർക്കാർ കാഴ്ചവെക്കുക. ഇടതുപക്ഷം തകർത്തുകളഞ്ഞ കേരളത്തെ നമ്മൾ നാളെ മുതൽ തിരിച്ചു പിടിക്കാൻ തുടങ്ങുകയാണ്.